ഇപ്പോൾ പരിപാടിയുടെ മുഴുവൻ ദൃശ്യങ്ങളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും മോശമായ കാര്യം കാണാൻ പറ്റുന്നില്ല. ജാങ്കോ സ്പേസിൽ വീണ്ടും ഇത്തരം പരാമർശങ്ങൾ ബോബി ആവർത്തിച്ചു. നടന്ന സംഭവങ്ങളെ പറ്റി ജാങ്കോ സ്പേസ് ചോദിച്ചു. അവരാണ് അത് അപ്ലോഡ് ചെയ്തത്, അവർക്കെതിരെയാണ് നടപടി വേണ്ടത് എന്നൊരു വാദം കൂടിയാണ് ഉയർത്തുന്നത്. അതായത് ഇത് യൂട്യൂബ് ചാനലിന്റെ തലയിലിട്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം കൂടിയാണ് പ്രതിഭാഗം നടത്തുന്നതെന്ന് വേണം മനസ്സിലാക്കുവാനായി. എന്തായാലും ആ പരിപാടിയിൽ ഗസ്റ്റായി വന്നിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരാണ്. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ വാക്കുകളാണ് ആ യൂട്യൂബ് ചാനലിലൂടെയും ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ പ്രോസിക്യൂഷൻ ആ വാദങ്ങളെ ഖണ്ഡിക്കുമെന്നുള്ളതും ഉറപ്പാണ്. ഈ കേസിൽ ഉടനീളം പലതവണയായി ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ പരാതിക്കാരിയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതിനുള്ള വാദങ്ങളാണ് പ്രോസിക്യൂഷൻ ഈ കേസിന്റെ വാദത്തിലുടനീളം ഉന്നയിച്ചത്. ഒപ്പം തന്നെ ഈ ഒരു മാല ഇവരുടെ ദേഹത്തേക്ക് അണിയിക്കുന്നു. ഉദ്ഘാടന ചടങ്ങാണ്, ജ്വല്ലറി ഉദ്ഘാടനമാണ്. ഒരു മാല ഈ പരാതിക്കാരുടെ കഴുത്തിലേക്ക് അണിയിക്കുന്നു. അതിനുശേഷം പരാതിക്കാരിയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് മാലയുടെ മുൻഭാഗം കാണുക എന്ന് പറയുന്നു. അതിനുശേഷം അനുവാദമില്ലാതെ ഇവരുടെ ദേഹത്ത് സ്പർശിച്ചുകൊണ്ട് ഇവരെ പിടിച്ച് കറക്കിക്കൊണ്ട് ഇനി മാലയുടെ പിൻഭാഗം കാണൂ എന്ന് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ പറയുന്നു. അവിടെ മാലയുടെ പിൻഭാഗം കാണാനായി അങ്ങനെ പ്രത്യേകം ബാക്കിലേക്ക് ഡിസൈനുള്ള ഒരു മാലയൊന്നും ആയിരുന്നില്ല. പുറകിലേക്ക് ഈ മാലയുടെ വള്ളി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഭാഗം എന്താണ് മാലയുടെ പിൻഭാഗത്ത് എന്ന് പറഞ്ഞത് ദ്വയാർത്ഥ പ്രയോഗമാണ്. അതൊരു പരാമർശത്തിന്റെ ആവശ്യം അവിടെ ഇല്ലായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ വീഡിയോ പിന്നീട് മോശം അർത്ഥത്തിൽ പ്രചരിക്കപ്പെട്ടു. മാനേജറോട് ഇത് അന്ന് തന്നെ അതിർത്തി അറിയിച്ചതാണ്. പിന്നീട് വന്ന എല്ലാ വീഡിയോകളിലും ദ്വയാർത്ഥ പ്രയോഗം നടത്തി. ജാങ്കോ സ്പേസ് എന്ന യൂട്യൂബ് ചാനലിൽ അശ്ലീല ചുവയോടെ പരാമർശങ്ങൾ നടത്തി എന്നൊക്കെയാണ് ഈ പ്രോസിക്യൂഷന്റെ വാദം. കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിയും പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചു. സ്ത്രീയുടെ ശരീരത്തെ വർണ്ണിക്കുന്നത് പോലും അശ്ലീലം ആയി കണക്കാക്കണം എന്നുള്ളത്, കുറ്റകരമായി കണക്കാക്കാം എന്നുള്ള ഹൈക്കോടതിയുടെ വാദവും ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. ഒപ്പം തന്നെ നിലവിൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യവും പ്രോസിക്യൂഷൻ കോടതിയിൽ വിശദീകരിച്ചു. 41 നോട്ടീസ് നൽകി വിളിച്ചു വരുത്തേണ്ട ആവശ്യം ഇല്ല, അതിനാലാണ് അറസ്റ്റ് ചെയ്തത്. കാരണം പ്രഥമ ദൃഷ്ട്യാ തന്നെ കുറ്റമുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നേരിട്ട് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയാണ്. അതുകൂടാതെ തന്നെ പണവും സ്വാധീനവുമുള്ള ഒരു വ്യവസായി എന്ന നിലയിൽ ഇയാൾ വിദേശത്തേക്ക് കടക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും എല്ലാം സാധ്യതയുണ്ടുകൊണ്ട് അതുകൂടി തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് വേഗത്തിൽ അറസ്റ്റ് നടത്തിയത് എന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദമായി ഉന്നയിക്കുകയാണ്. ഒപ്പം തന്നെ ജാമ്യം നൽകരുതെന്നും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ മോശം സന്ദേശം നൽകുന്നവർക്ക് പ്രോത്സാഹനം നൽകുന്ന നടപടിയാകും ഇപ്പോൾ ജാമ്യം നൽകിയാൽ എന്നുമാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചത്. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നും കോടതിയിൽ ഉന്നയിക്കുന്നു. ചടങ്ങ് കഴിഞ്ഞ് മാധ്യമങ്ങളോട് നല്ല രീതിയിലാണ് പരാതിക്കാരി പറഞ്ഞത് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രതിഭാഗം പിന്നീട് വാദം ഉന്നയിച്ചത്. നല്ല അഭിപ്രായമാണ് എന്നാണ് പരാതിക്കാരി പറഞ്ഞത്. മോശം അഭിപ്രായമൊന്നും പറഞ്ഞില്ല എന്നും പറയുന്നു. എന്തായാലും നിലവിൽ ഈ കേസിന്റെ വിധി ഉച്ചയ്ക്ക് ശേഷം പറയാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 ഈ കേസ് പരിഗണിച്ചത്. കേസിൽ ഇനിയിപ്പോൾ കോടതിയുടെ മുൻപിലുള്ളത് ഈ ചേംബറിൽ പ്രതിഭാഗവും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും സമർപ്പിച്ച തെളിവുകളെല്ലാം തന്നെ കാണുക എന്നുള്ളതാണ്. അത് വീഡിയോ ദൃശ്യങ്ങളാണ്, അത് ഓപ്പൺ കോർട്ടിൽ കാണാനാകില്ല എന്ന ഈ കേസിൽ ഈ പ്രതിഭാഗം പലപ്പോഴായി ഇത് വീഡിയോ നൽകാമെന്ന് പറയുമ്പോഴും ഇപ്പോൾ കാണേണ്ടതില്ലെന്ന് കോടതി പറഞ്ഞത് ചേംബറിൽ കാണാമെന്നുള്ളതാണ്. എന്തായാലും ചേംബറിൽ ഈ വീഡിയോ കൂടി കണ്ട ശേഷമാകും ഉച്ചയ്ക്ക് ശേഷം കേസിൽ വിധി പറയുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏതായാലും വാദങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി എന്തായിരിക്കും വിധി എന്നറിയണം. ബോബി ചെമ്മണ്ണൂർ ജയിലിൽ പോകുമോ എന്നതാണ്. ഏതായാലും ജാമ്യം നൽകാവുന്ന കുറ്റമാണ് എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ നേരത്തെ വാദിച്ചത്. ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളല്ല നടിക്കെതിരെ നടത്തിയത് എന്നുകൂടി പറയുന്നു. മഹാഭാരതത്തിലെ കുന്തി ദേവിയോടാണ് ഉപമിച്ചത്. മാർക്കറ്റിങ്ങിനും പ്രൊമോഷനും വേണ്ടിയാണ് ഇത്തരത്തിൽ ഹൈലി പെയ്ഡായ ഗസ്റ്റിനെ വിളിച്ചത്. കൈ കാണിച്ചു, കൈ പിടിച്ചു, അത്രയേ സംഭവിച്ചിട്ടുള്ളൂ എന്നുകൂടിയാണ് വാദിക്കുന്നത്. പരിപാടി കഴിയാറായപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ പരാതിക്കാരി അഭിനന്ദിക്കുകയും ചെയ്തു. പിന്നീട് പരിപാടി കഴിഞ്ഞ് ഫേസ്ബുക്കിൽ അവർ തന്നെ ദൃശ്യങ്ങളും ഫോട്ടോകളും പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ദൃശ്യങ്ങൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഭാഗം ഈ ഫേസ്ബുക്ക് ലിങ്ക് കോടതി സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും അതിഥിയായി വിളിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം ബോബി ചെമ്മണ്ണൂർ നിരവധി ആളുകൾക്ക് ജോലി നൽകുന്നയാളാണ്. ഇപ്പോൾ 30 മണിക്കൂറിലേറെയായി കസ്റ്റഡിയിലായിരുന്നു. മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ കസ്റ്റഡിയിലുണ്ട്. ജാമ്യം നൽകിയാലും
അത് കേസിനെ ബാധിക്കില്ല എന്നതാണ് വാദം പ്രതിഭാഗത്തിൻ്റെതായി വന്നത്. അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ലായിരുന്നു. ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ പരാതി വന്നത്, സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണ് പരാതി എന്നൊക്കെയുള്ള വാദങ്ങളാണ് പ്രതിഭാഗം ഉയർത്തുന്നത്.